ഹായ് ഓൾ, നമ്മൾ തിരിച്ചു വന്നേക്കുവാണ്. നമ്മളിപ്പോൾ നമ്മുടെ 4 ടോപ്പിക്സ് കവർ ചെയ്തായിരുന്നു ഓൾറെഡി അല്ലേ. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലെസൺ 1 നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 4 ടോപ്പിക്സ് കവർ ചെയ്തു. ആ ടോപ്പിക്സ് 4 നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം സ്പീഡിൽ. അതിനായിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് എന്താ പഠിച്ചത്? നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു. എന്താണ് ഓഡിറ്റിംഗ് എന്ന് പഠിച്ചു. ഓഡിറ്റിംഗ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി, whether profit oriented or not, irrespective of its size or legal form, when such an examination is conducted with a view to express an opinion thereon. അതാണ് ഡെഫിനേഷൻ പഠിച്ചത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇൻഡിപെൻഡൻസ് എന്താണെന്ന് പഠിച്ചു. ഇൻഡിപെൻഡൻസ് നമുക്കറിയാലോ എന്താ? ജഡ്ജ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദ വിഷസ് ആൻഡ് ആക്ഷൻസ് ഓഫ് അനദർ പേഴ്സൺ ആണ് ഇൻഡിപെൻഡൻസ്. പിന്നെ എന്താ പഠിച്ചത് നമ്മൾ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്ലീഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ എൻഷുർ ചെയ്യണം? അക്കൗണ്ട്സ് ഹാവ് ബീൻ ഡ്രോൺ അപ്പ് വിത്ത് റെഫറൻസ് ടു എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പഠിച്ചു. അക്കൗണ്ട്സ് എൻട്രീസ് പ്രകാരമായിരിക്കണം. പിന്നെ എന്താ പഠിച്ചത്? എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ അഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് ബൈ സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. പിന്നെയോ നൺ ഓഫ് ദ എൻട്രീസ് ഹാവ് ബീൻ ഒമിറ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്പൈലേഷൻ. പിന്നെ എന്താ പഠിച്ചത്? പിന്നെ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണ്. ഇൻഫർമേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ്. പിന്നെ എന്താ നോക്കിയത്? എമൗണ്ടിനെ കുറിച്ച് നോക്കിയത്. എമൗണ്ട് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ്, ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ പറയുവാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രസൻസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ആൻഡ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്താ? റിലേഷൻഷിപ്പ് വിത്ത് അതർ സബ്ജക്ട്സ് ആണ്. അക്കൗണ്ടിങ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഓഡിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ആണ്. എന്തിൻ്റെ റിവ്യൂ ആണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ. അതെന്താണ്? ഓവറോൾ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ റിസൾട്ടാണ്. ലോ ആയിട്ട് ബന്ധമുണ്ട്. ലോ എന്നിട്ട് എന്താ ബന്ധം? ഒരു ബിസിനസ് ഓഡിറ്ററിന് എന്തുണ്ടാവണം? ഒരു നല്ല ഗുഡ് നോളജ് ഉണ്ടാവണം. എന്തിനെക്കുറിച്ച്? ബിസിനസ് ലോയെ കുറിച്ച്, അഫക്റ്റിംഗ് ദ എൻറ്റിറ്റി. എക്കണോമിക്സ് ആയിട്ട് എന്താ? ഓഡിറ്റർ എന്താണ്? ഫെമിലിയർ ആയിരിക്കണം. ഓവറോൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് ദ ക്ലയൻ്റ് ആയിട്ട് ഓഡിറ്റർ ഫെമിലിയർ ആയിരിക്കണം. ബിഹേവിയറൽ സയൻസോ? പുള്ളിക്കാരൻ ഡ്യൂട്ടീസ് എഫക്റ്റീവ്ലി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ എന്തായിരിക്കണം? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് എന്താ പറയുന്നത്? മീനിങ് കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചും മാത്സിനെ കുറിച്ചൊക്കെ പുള്ളിക്കാരന് എന്തുണ്ടാവണം? ഒരു ബോധം ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് ഡാറ്റ പ്രോസസ്സിങ് നമ്മൾ പഠിച്ചു. ഡെവലപ്പിംഗ് ന്യൂ ഡിസിപ്ലിൻ ആണ്. പുതിയ ബ്രാഞ്ചായിട്ട് തന്നെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. FMനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നോളജ് ഓഫ് വേരിയസ് ഫിനാൻഷ്യൽ ടെക്നിക്സ് ആണ്. ഏതൊക്കെ? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ, റേഷ്യോ അനലൈസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചു. പ്രൊഡക്ഷനായിട്ടും എന്തുണ്ട്? ബന്ധമുണ്ട്. പ്രൊഡക്ഷൻ വെച്ചാൽ ഒന്നാമത് എന്താണ്? ഒരു ഗുഡ് ഓഡിറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? അയാൾക്ക് അണ്ടർസ്റ്റാൻഡ്സ് വേണം. എന്തൊക്കെ മനസ്സിലാക്കണം? ക്ലയൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം, അയാളുടെ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കണം. ബിസിനസ്സിൽ പ്രൊഡക്ഷൻ, കോസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്താ പഠിച്ചത് നമ്മൾ SA 200 മലയാളം ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആൻഡ് കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഒബ്ജക്റ്റീവ് പഠിച്ചു. ഒബ്ജക്റ്റീവിൽ എന്താ പഠിക്കാനുള്ളത്? എളുപ്പമല്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് അബൌട്ട് വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ. എന്തിനു വേണ്ടിയിട്ടാണ്? thereby enabling the auditor to express an opinion on whether the financial statements are prepared in all material respects in accordance with the applicable financial reporting framework. രണ്ടാമത്തെ പോയിന്റ് എന്താ? to report on financial statements and communicate as required by SA in accordance with the auditor's finding. ഓക്കെ, ഇതൊക്കെ നമ്മളെന്താ പഠിച്ച സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഒപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പഠിച്ചു. എന്താണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിലെ ഒന്നാമത്തെ പോയിന്റ്? ഇല്ല, സ്കോപ്പ് ഓഫ് ഓഡിറ്റ് നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ. അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്ത്? സ്കോപ്പ്. നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഒബ്ജക്റ്റീവ് വരെയാണ് ഇന്നലെ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്കോപ്പ് തൊട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കോപ്പ് നോക്കാം. എന്താണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് സ്കോപ്പ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഫസ്റ്റ് പോയിന്റ് എന്താ? എന്താ? കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി. എന്താണ്? എൻറ്റിറ്റിയുടെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതാം? ഓഡിറ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് എഴുതാം. ഫസ്റ്റ് എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യണം എന്നല്ലേ പറയണത്. അപ്പോൾ ഓഡിറ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം?
Audit should be organized adequately to cover all aspects of the entity relevant for the financial statement being audited. Okay, എങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യേണ്ടത്? എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യണം. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ, അതിന് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ കവർ ചെയ്തിരിക്കണം. ഇവിടെ കീവേഡ്സ് എന്തൊക്കെയാണ് കീവേഡ്സ്? കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി ആണ്. അതിൽ നമ്മൾ ഓഡിറ്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? അഡിക്വേറ്റ്ലി നമ്മൾ കവർ ചെയ്യണം. എന്ത്? ഓൾ ആസ്പെക്ട്സ്. ഈ ഓൾ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യണോ? വേണ്ട. റെലവൻറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബീങ് ഓഡിറ്റഡ്. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും മാത്രം എന്ത് ചെയ്താൽ മതി? ഓഡിറ്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ കവർ ചെയ്താൽ മതി. അപ്പോൾ എന്താ എഴുതണ്ടേ? Audit should be organized adequately to cover all aspects of the entity relevant for the financial statement being audited. അപ്പോൾ ആ ഓർഗനൈസ്ഡ് അഡിക്വേറ്റ്ലിയും വേണം, റെലവൻസ് എന്നുള്ള വാക്കും വേണം. അതാണ് കീവേഡ്സ്. ഓർഗനൈസ്ഡ് അഡിക്വേറ്റ്ലി ടു കവർ ഓൾ ആസ്പെക്ട്സ് റെലവൻറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബീങ് ഓഡിറ്റഡ്. അപ്പോൾ കീവേഡ്സ് ഒക്കെ എല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നാമത്താണ് കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി. രണ്ടാമത്തെ എന്താ പോയിന്റ്? റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. എന്താണ്? റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇതിലെന്താ പറയുന്നത്? ഓഡിറ്റർ എന്തായിരിക്കണം? റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്ത്? ഇൻഫർമേഷൻ ഇൻ ദ അണ്ടർലൈനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് അതർ സോഴ്സ് ഡാറ്റ ഈസ് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ്. ഓഡിറ്റർ ഇപ്പോൾ എന്ത് ചെയ്യണം? ഒരു റീസണബിൾ സാറ്റിസ്ഫാക്ഷൻ ഒപ്പിക്കണം. എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ അണ്ടർലൈങ് അക്കൗണ്ട് റെക്കോർഡ്സിലും അതർ സോഴ്സ് ഡാറ്റയിലുള്ള ഇൻഫർമേഷൻ എന്താണ്? റിലയബിളും സഫിഷ്യൻറ്റും ആണെന്നുള്ള ഒരു റീസണബിൾ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. ഓഡിറ്ററിന് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? ഈ റീസണബിൾ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓഡിറ്റർ ജഡ്ജ്മെൻറ്റ് പറയും. എന്തിനെക്കുറിച്ച്? ഈ റിലയബിലിറ്റിയും സഫിഷ്യൻസിനെ കുറിച്ചും ഓഡിറ്റർ ഒരു ജഡ്ജ്മെൻറ്റ് പറയും. വെറുതെ നമുക്കൊരു ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് പറയുക? നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റഡി നടത്തും. ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് പറയുക? നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റഡി നടത്തും. എന്തിനെക്കുറിച്ച്? ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെക്കുറിച്ചും ഇൻ്റേണൽ കൺട്രോളിനെക്കുറിച്ചും ഒരു സ്റ്റഡി നടത്തും. ആ സ്റ്റഡിയുടെ ഒപ്പം നമ്മൾ എന്തും കൂടെ ക്യാരി ഔട്ട് ചെയ്യും? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റഡി നടത്താൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റും എൻക്വയറീസും പ്രൊസീജിയേഴ്സും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യും. ഇങ്ങനെ ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റും എൻക്വയറീസും പ്രൊസീജിയേഴ്സും ക്യാരി ഔട്ട് ചെയ്ത് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കും? അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ചും ഇൻ്റേണൽ കൺട്രോളിനെക്കുറിച്ചും പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിലയബിളും സഫിഷ്യൻറ്റും ആണോ എന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെ പോയിൻ്റാണ്? ഫസ്റ്റ് എന്താണ്? ഓഡിറ്റർ റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്ത്? ഇൻഫർമേഷൻ. ഫസ്റ്റ് ഓഡിറ്റർ എന്തായിരിക്കണം? റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്ത്? ഇൻഫർമേഷൻ ഇൻ ദ അണ്ടർലൈനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് അതർ സോഴ്സ് ഡാറ്റ ഈസ് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ്. ഓക്കെ, ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുക, എങ്ങനെ റീസണബിളി സാറ്റിസ്ഫൈഡ് ആകാം? ഓഡിറ്റർ മേക്സ് എ ജഡ്ജ്മെൻറ്റ് ഓൺ ദ reliability and sufficiency of financial information by making a study of accounting system and internal control. അപ്പോൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഫസ്റ്റ് സ്റ്റഡി നടത്തണം. ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ചും ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചും. ഇതെങ്ങനെ സ്റ്റഡി നടത്താം? ബൈ ക്യാരിയിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ എന്താ ചോദിച്ചറിയാം, എൻക്വയറി നടത്താം, അല്ലെങ്കിൽ വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അത് നടത്താം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതിനെക്കുറിച്ച് പഠിക്കുക. എന്നിട്ട് ആ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ? ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എന്താ? റിലയബിലിറ്റിയും സഫിഷ്യൻസിയും ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓഡിറ്റർ ഷുഡ് ബി റീസണബിളി സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഇൻ ദ അണ്ടർലൈനിങ് അക്കൗണ്ട് റെക്കോർഡ്സ് ആൻഡ് അതർ സോഴ്സ് ഡാറ്റ ഈസ് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ്. ഇത് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ മേക്സ് എ ജഡ്ജ്മെൻറ്റ് ഓൺ ദ റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ബൈ മേക്കിംഗ് എ സ്റ്റഡി ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ക്യാരിയിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്, എൻക്വയറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? നിങ്ങളും പറയുക. അതിന് വേണ്ടിയാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ പറയുമ്പോൾ എന്താ? നിങ്ങളും ഈ പോയിന്റ്സ് പഠിക്കും. ഓക്കെ, നമ്മൾ ഓഡിറ്റിങ്ങിൽ എന്താ ഏറ്റവും കൂടുതൽ റിവിഷനാണ് മസ്റ്റ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് കഴിഞ്ഞു. എന്താ? കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റിയും കഴിഞ്ഞു. പിന്നെ എന്താ കഴിഞ്ഞത്? റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രോപ്പർലി എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. എങ്ങനെ പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്യാം എന്നാണ് ഓർത്ത് നോക്കേണ്ടത്.
ഓഡിറ്റർ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം എന്താ റിലവൻറ്റ് ഇൻഫർമേഷനൊക്കെ എന്താണ് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. ഇതിനൊപ്പം തന്നെ ഓഡിറ്റർ എന്തും കൂടെ മനസ്സിലുണ്ടാവണം, ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റും കൂടെ എന്തുണ്ടാവണം, ഓഡിറ്ററിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യാനായിട്ട് ഓഡിറ്റർ ഇങ്ങനെ എൻഷുർ ചെയ്യാനായിട്ട് ഈ പല കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇൻഫർമേഷനൊക്കെ പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്തുണ്ടാവണം, പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ടാവണം. ഇതൊക്കെ എൻഷുർ ചെയ്യാനായിട്ട് ഓഡിറ്റർ രണ്ട് കാര്യങ്ങൾ ചെയ്യും. എന്താ, രണ്ട് കാര്യങ്ങൾ നോക്കണം. എൻഷുർ ദാറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം, പ്രോപ്പർലി സമ്മറൈസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോപ്പർലി സമ്മറൈസ്ഡ് ആണോ. പിന്നെ എന്താ, ഒരു കാര്യം കൂടെ നോക്കണം, എന്താ, ജഡ്ജ്മെൻറ്റ്സ്. ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് എടുത്തേക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പർലി സമ്മറൈസ് ചെയ്തിട്ടുണ്ടോ നോക്കണം, എന്ത് ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും സമ്മറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ എളുപ്പമല്ലേ, ഒന്നുമില്ലല്ലോ, സിമ്പിളല്ലേ, സിമ്പിളാണ്. പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഓഡിറ്റർ ഷുഡ് ഡിസൈഡ് വെദർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് and also keep in mind the applicable statutory requirements. ഇതെങ്ങനെ എൻഷുർ ചെയ്യാം? It is done by ensuring that the financial statement properly summarizes transactions and events recorded therein and considering the judgments made by the management in preparation of financial statements. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ, ഈ കീവേഡ്സ്, ഈ മൈൻഡ് മാപ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെയും പറഞ്ഞ് പഠിക്കുമ്പോൾ എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പഠിക്കാം എൻ്റെ ഒപ്പം തന്നെ. അടുത്തെന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ, ഈ 4 പോയിൻറ്റ്സ് കഴിഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്താ, എക്സ്പ്രഷൻ ഓഫ് ആൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് മുകളിൽ നമ്മളൊരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ 4 പോയിൻ്റാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ നമുക്ക് മൊത്തം പറയാനുള്ളത്. അപ്പോൾ സ്കോപ്പ് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി ആണ് ഒന്നാമത്തത്. അപ്പോൾ ഓഡിറ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യേണ്ടത്? ഓഡിറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് അഡിക്വേറ്റ്ലി ടു കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി. എങ്ങനെയുള്ളതായിരിക്കണം? റെലവൻറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബീങ് ഓഡിറ്റഡ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താ, റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. എന്താണ്, ഓഡിറ്റർ റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്ത്, ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഇൻ ദ അണ്ടർലൈനിങ് അക്കൗണ്ട് റെക്കോർഡ്സ് ആൻഡ് അതർ സോഴ്സ് ഡാറ്റ ഈസ് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ്. അതിനെന്തായിരിക്കണം? ഓഡിറ്റർ റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ കൺസിഡേഴ്സ് എ ജഡ്ജ്മെൻറ്റ്. ഓഡിറ്റർ മേക്സ് എ ജഡ്ജ്മെൻറ്റ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. എന്തിനെക്കുറിച്ചാണ്? റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസിനെ കുറിച്ച് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. വെറുതെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ബൈ സ്റ്റഡിങ് എന്താണ്, ബൈ മേക്കിംഗ് എ സ്റ്റഡി ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻ്റേണൽ കൺട്രോൾ. അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ചും ഇൻ്റേണൽ കൺട്രോളൊക്കെ പഠിക്കും. പിന്നെന്താ, ആൻഡ് ക്യാരിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്, എൻക്വയറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തെന്താ, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഓഡിറ്റർ ഷുഡ് ഡിസൈഡ് വെദർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ആപ്ലിക്കബിൾ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. ഇതെങ്ങനെ എൻഷുർ ചെയ്യാം? ഇറ്റ് ഈസ് ഡൺ ബൈ എൻഷുറിംഗ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പർലി സമ്മറൈസസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് റെക്കോർഡഡ് therein and considering judgments made by the management in preparation of financial statements. അപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞില്ലേ? പിന്നുള്ള എന്താ, എക്സ്പ്രഷൻ ഓഫ് ആൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 4 പോയിന്റാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കോപ്പ് കഴിച്ചു. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? സ്കോപ്പ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ആണ്. സ്കോപ്പിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള? ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ഹിസ് കോമ്പറ്റൻസ്. എന്താണ്, പുള്ളിക്കാരൻ്റെ ഡ്യൂട്ടീസിന് പുറമേ ഉള്ള ഒന്നും എന്ത് ചെയ്യാനുള്ള, എക്സ്പെക്റ്റ് ചെയ്യാനുള്ള. ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ഹിസ് കോമ്പറ്റൻസ്. പുള്ളിക്കാരൻ്റെ സ്കോപ്പ് ഓഫ് കോമ്പറ്റൻസ് ഉണ്ട്, പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇതുണ്ട്. അതിന് പുറത്തേക്ക് എന്ത് ചെയ്യേണ്ട, പുറത്തേക്കുള്ള ആക്ടിവിറ്റീസ് ഒന്നും പുള്ളിക്കാരൻ പെർഫോം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആണ് ഒന്നാമത്തെ പോയിന്റ്. ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു പെർഫോം, എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്യൂട്ടീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ഹിസ് കോമ്പറ്റൻസ്. ഓക്കെ, പുള്ളിക്കാരൻ്റെ കോമ്പറ്റൻസിന് ഔട്ട്സൈഡുള്ള കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ ഓഡിറ്റർ ആരല്ല, ഒരു എക്സ്പേർട്ട് അല്ല. ഒതൻറ്റിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെയുള്ള ഒരു എക്സ്പേർട്ട് അല്ല ഓഡിറ്റർ. ഓഡിറ്റർ ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ഒതൻറ്റിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡോക്യുമെൻ്റ് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പേർട്ട് ആയല്ല, ഓഡിറ്റർ അല്ല. ഓക്കെ, ഓഡിറ്റർ ആവുകൊണ്ട് ഒരു എക്സ്പേർട്ട് അല്ല. അടുത്തെന്താ, ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റ് എന്തല്ല, ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. അത് എന്തുമാത്രമാണ്? അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ഹാവ് എനി സ്പെസിഫിക് ലീഗൽ പവേഴ്സ് ഫോർ സർച്ച്.
ലൈക്ക് സെർച്ച് എന്താണ്, അതുകൊണ്ട് തന്നെ എന്താ സ്പെസിഫിക് ലീഗൽ പവേഴ്സ് ഒന്നുമില്ല, ലൈക്ക് സെർച്ച് ചെയ്യുക അങ്ങനത്തെ എന്താ സ്പെസിഫിക് ആയിട്ട് ലീഗൽ പവേഴ്സ് ഒന്നും ആർക്കില്ല, ഓഡിറ്ററിനില്ല. ഓഡിറ്റർ ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ എന്താ ഉള്ളത്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരുടെ ഡ്യൂട്ടിയാ, റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ്. അതും എന്തല്ല ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ 4 പോയിൻ്റാണ് ഉള്ളത്. ഒന്നാമത്തെ എന്താ, ഓഡിറ്റർ ഈസ് നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ഒതൻറ്റിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. രണ്ടാമത്തെ എന്താ, ഓഡിറ്റർ ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. മൂന്നാമത്തെ എന്താ, ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഹിസ് കോമ്പറ്റൻസ്. നാലാമത്തെ പോയിന്റ് എന്താ, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താ, സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പോയി ടിക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ടോപ്പിക്സ് എന്തൊക്കെ കവർ ചെയ്യുന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്ത് കഴിഞ്ഞു, ഡെഫിനേഷൻ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഒബ്ജക്റ്റീവ് കഴിഞ്ഞു, സ്കോപ്പ് കഴിഞ്ഞു, സ്കോപ്പ് ഡസ് നോട്ട് ഇൻക്ലൂഡും കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് ഒരു അടുത്ത ടോപ്പിക് എന്താ, 7ാമത്തെ ടോപ്പിക്ക് ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷനാണ്. ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അത് നോക്കാം അടുത്തത്. ഓക്കെ, അടുത്തെന്താ, ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷനാണ്. നമുക്ക് ഇതുകൂടെ നോക്കാം, ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓഡിറ്റിങ്ങിൽ എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്താ, ഒരു റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിലെ ഒബ്ജക്റ്റീവ്. മറ്റേ ഇതാണെങ്കിലോ, ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലോ അതൊരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ് എന്ത്, ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഓർത്ത് നോക്കിയാൽ ഓഡിറ്റിംഗ് എന്നുള്ള റീസണബിൾ അഷുറൻസ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാലോ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആണ്. സ്കോപ്പോ, ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്താ, ജനറൽ ആൻഡ് ബ്രോഡ് ആണ്, ഒരു മൊത്തത്തിലൊരു കവറേജ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫിക് ആൻഡ് നാരോയാണ്. ഒരു കാര്യം, ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഊർന്നിറങ്ങി എന്താണ് പറയുന്നത്, നമ്മൾ ആഴത്തിൽ ഇറങ്ങിയിട്ട് എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ അന്വേഷിക്കുവാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്താ, സ്കോപ്പ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും, നാരോയും ആയിരിക്കും. ഓക്കെ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, പിന്നെ ഓഡിറ്റ് എന്താ, നോട്ട് സ്റ്റാർട്ടഡ് വിത്ത് പ്രീ കൺസീവ്ഡ് നോഷനാണ്. ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ വെച്ചിട്ടല്ല എന്ത് ചെയ്തേക്കുന്നത്, ഓഡിറ്റിംഗ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, സ്റ്റാർട്ടഡ് വിത്ത് പ്രീ കൺസീവ്ഡ് നോഷനാണ്. എക്സാമ്പിൾ എന്താ പറയുക, ഓഡിറ്റിംഗ് തന്നെ എക്സാമ്പിളാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെയോ ഫ്രോഡ്, എംബസൽമെൻറ്റ്, ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്ന എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഓഡിറ്റ് എന്ന് വെച്ചാൽ റീസണബിൾ അഷുറൻസ് ആണ്, അതിൻ്റെ സ്കോപ്പ് ജനറലും ബ്രോഡും ആണ്, നോട്ട് സ്റ്റാർട്ടഡ് വിത്ത് പ്രീ കൺസീവ്ഡ് നോഷനാണ്. എക്സാമ്പിൾ എന്താ, ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലോ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ആണ്, സ്കോപ്പ് സ്പെസിഫിക് ആൻഡ് നാരോയാണ്, സ്റ്റാർട്ടഡ് വിത്ത് പ്രീ കൺസീവ്ഡ് നോഷനാണ്, ഫ്രോഡ്, എംബസൽമെൻറ്റൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.